പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൊഴുക്കട്ടയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായി ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നല്ല ഫൈനായിട്ടുള്ള വറുത്ത പൊടിയാണ് എടുക്കേണ്ടത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇതുപോലൊരു തവിയും കൊണ്ടോ ഒരു ചട്ടകം കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ചെറിയ ചൂടോടെ തന്നെയാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം വല്ലാതെ തണുത്തു പോകണ്ട, ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി കൊഴുക്കട്ടയുടെ ഫില്ലിങ്ങിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 150 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുകുന്നതിനായി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര കുറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി ഈ ശർക്കരയിലെ കല്ലും അഴുക്കും ഒക്കെ മാറ്റാൻ വേണ്ടി അതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്ത ശർക്കര അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം 1/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കരയിലെയും തേങ്ങയിലെയും വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ്, ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള മാവാണ്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നടുവിൽ ചെറുതായി കുഴിച്ച് സൈഡൊക്കെ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ആ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അടച്ച് ബോളാക്കി ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച തേങ്ങയും ശർക്കരയും ലീക്ക് ചെയ്ത് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കൊഴുക്കട്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ കൊഴുക്കട്ടയുടെ ഉള്ളിലും ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഈ കൊഴുക്കട്ട ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി ചെമ്പിലോ വെച്ചിട്ട് 30 മിനിറ്റോളം നന്നായി വേവിച്ചെടുക്കാം. കൊഴുക്കട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
നിങ്ങൾക്കിത് ചൂടോടെയോ തണുത്തതിന് ശേഷമോ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ.